തോമസ് ഫുള്ളർ ഇപ്രകാരം പറഞ്ഞു, അധികമൊന്നും ഇല്ലാത്തവനല്ല ദരിദ്രൻ, അമിതമായ സമ്പത്തിനു വേണ്ടി അത്യാഗ്രഹിയായ മനുഷ്യനാണ് ദരിദ്രൻ. ഇന്നത്തെ ധ്യാനവചനം നിങ്ങൾ വായിക്കണം. 1 തിമോത്തിയോസ് 6:6-10 വരെ. ഉയർച്ച, വളർച്ച, ധനം, സമ്പത്ത് ഇവയെല്ലാം ഒരു ദൈവവിശ്വാസിയുടെ ലക്ഷ്യമായിരിക്കണം. പക്ഷേ അത്യാഗ്രഹം പാടില്ല. ഗേഹാസി പ്രവാചകൻ ചോദിച്ചു, ഇതാണോ സമയം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തരാനൊരു സമയമുണ്ട്, നീ അത് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അലംഭാവം. അലം എന്ന് പറഞ്ഞാൽ മതി എന്ന ഭാവം അതൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അത് ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചെടുക്കണം. മറ്റുള്ളവൻ്റെ അത്രയും വേണമെന്നല്ല, പിന്നെയോ ഒപ്പത്തിനൊപ്പം എന്നുള്ളതല്ല. അബ്രഹാമിനെ നോക്കിയാട്ടെ, അദ്ദേഹം മഹാധനവാനായിരുന്നു, പക്ഷേ അവൻ്റെ ജീവിതം മുഴുവൻ ദൈവവചനമായിരുന്നു, ദൈവത്തെ ആരാധിക്കുന്നതായിരുന്നു. ഇയ്യോബിനെ നോക്കിയാട്ടെ, ഇയ്യോബിനെല്ലാം ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തപ്പോഴും ദൈവമായിരുന്നു. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ദൈവവും ദൈവവചനവും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴാണ് വാസ്തവത്തിൽ നാം സമ്പന്നരായിത്തീരുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.